2006 LDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ആ സർക്കാർ കാലാവധി പൂർത്തിയാക്കി 2011 തെരഞ്ഞെടുപ്പ് നേരിട്ടപ്പോൾ വിജയത്തിനടുത്തെത്തി പരാജയപ്പെട്ടു പോകുന്ന അവസ്ഥയുണ്ട്. അത് ഞങ്ങൾ കൃത്യമായി തന്നെ വിലയിരുത്തി. വിജയത്തിന് അടുത്തെത്തി പരാജയപ്പെടുന്ന നിലയാണ് ഉണ്ടായിരുന്നത്. യഥാർത്ഥത്തിൽ സംഭവിച്ചതായിരുന്നു. അത് കഴിഞ്ഞ് 2016 LDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ 2021 തെരഞ്ഞെടുപ്പ് നടക്കുന്നു. ആ തെരഞ്ഞെടുപ്പിൽ കേരളം പുതിയൊരു ചരിത്രം കുറിച്ചു. അത് അതേവരെയുള്ള 1957 മുതൽ 2021 വരെയുള്ള ചരിത്രത്തിൽ നിന്ന് വ്യത്യസ്തമായതായിരുന്നു. 2021 2016 മുതൽ 21 വരെ അധികാരത്തിലിരുന്ന LDFന് തന്നെ തുടർ ഭരണം ഇരിക്കട്ടെ എന്ന് ജനങ്ങൾ തീരുമാനിക്കുന്നു. പാർലമെന്ററി നടപടിക്രമങ്ങൾ പരിശോധിച്ചാൽ കാണുന്ന ഒരു പ്രത്യേകത ഇതിനിടക്ക് പറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇതിനിടക്ക് നേരത്തെ പറഞ്ഞു വന്നത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ തകർക്കുന്നതിന് വേണ്ടി കമ്മ്യൂണിസ്റ്റുകാരെ ശാരീരികമായി വകവരുത്താൻ തയ്യാറായതിന്റെ കഥകളാണ്. എത്രയെത്ര അനുഭവങ്ങൾ, ഏതെല്ലാം തരത്തിലുള്ളവർ. അതില് അഴീക്കോടൻ തീർത്തും വ്യത്യസ്തനായി നിൽക്കുന്നു. കാരണം അഴീക്കോടൻ കേരളത്തിലെ CPIMന്റെ ജീവനാഡിയായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സഖാവായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ സമുന്നതനായ നേതാവ്, അന്നത്തെ മുന്നണിയുടെ കൺവീനർ, കേരളത്തിൽ CPIM കെട്ടിപ്പടുക്കുന്നതിനു വേണ്ടി അന്നത്തെ പാർട്ടി സെക്രട്ടറിയായ സഖാവ് CH കണാട്, സഖാവ് CH അഴീക്കോടനും അഹോരാത്രം പ്രവർത്തിക്കുകയായിരുന്നു. എല്ലാവർക്കും അറിയാം, അദ്ദേഹം ബസ്സിൽ കയറി വിവിധ വഴികളിലേക്ക് സഞ്ചരിക്കുന്ന കാര്യം. ആ സഞ്ചാരം കൃത്യമായി മനസ്സിലാക്കിയാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ തകർക്കുക എന്ന ഉദ്ദേശത്തോടെ അഴീക്കോടിനെ വകവരുത്താൻ ചെയ്തത്. ഇവിടെ ആ സംഭവത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. കേരളത്തിൽ ഒരു പാർട്ടിക്കും ഈ തരത്തിലുള്ള ഒരു നേതാവിനെയും നഷ്ടപ്പെടേണ്ടി വന്നിട്ടില്ല. ഞങ്ങൾക്ക് മാത്രമാണ് അത്തരമൊരു ദുഃഖകരമായ അനുഭവം ഉണ്ടായത്. സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുന്ന, സംസ്ഥാന തലത്തിലെ ഏറ്റവും ഉന്നതനായ ഒരു നേതാവിനെ, അദ്ദേഹമാണെങ്കിലോ തീർത്തും സൗമ്യൻ, ആരോടും വശ്യമായി മാത്രം പെരുമാറുക, ഏത് ശത്രുപക്ഷത്തുള്ള ആളോടും വളരെ സൗമ്യമായി ശാന്തനായി പ്രതികരിക്കുന്ന അഴീക്കോട്. ആ വ്യക്തിഭാവങ്ങൾക്കൊന്നും ഇവിടെ സ്ഥാനമില്ല. നിങ്ങൾ കമ്മ്യൂണിസ്റ്റാണ്, നിങ്ങൾ ശാന്തനോ സൗമ്യനോ തൽസ്വഭാവക്കാരനോ പ്രകോപിതനാകാതിരിക്കുന്നയാളോ എന്നതൊന്നും എതിരാളിയുടെ കണ്ണിൽ അതൊരു പ്രത്യേകതയായി വരുന്നില്ല. നിങ്ങൾ കമ്മ്യൂണിസ്റ്റ്, നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ശക്തിപ്പെടുത്താൻ ശ്രമിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ ജീവിക്കണ്ട, ഇതാണ് അവരുടെ നിലപാട്. നിങ്ങൾ ജീവിച്ചാൽ
കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കൂടുതൽ ശക്തിപ്പെടുന്നു. ആ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ദുർബലപ്പെടുന്നു. എന്തായിരുന്നു ആദ്യം ചെയ്തത്? എങ്ങനെയായിരുന്നു അഴീക്കോടനെ നമ്മുടെ കേരളത്തിലെ ചില വലതുപക്ഷ മാധ്യമങ്ങൾ ചിത്രീകരിച്ചത്? എല്ലാ അഴിമതിയുടെയും മൂർത്തിമദ്ഭാവം. എന്നിട്ട് അഴിമതിക്കോടൻ എന്ന പേര്. അദ്ദേഹം താമസിക്കുന്ന സൗധം രമ്യഹർമ്മ്യം, അതിനെപ്പറ്റിയുള്ള കഥകൾ, എന്തെല്ലാം കള്ളക്കഥകൾ. കണ്ണൂരിൽ ആ കാലത്ത്, ഇപ്പോൾ ഇല്ല കേട്ടോ, ആ കാലത്ത് വലിയൊരു ബസ് കമ്പനി ഉണ്ടായിരുന്നു. പോയ കമ്പനി ആയതുകൊണ്ട് പേരൊന്നും ഞാൻ പറയുന്നില്ല. ആ കമ്പനി അഴീക്കോടനായിരുന്നു എന്നായിരുന്നു ഒരു പ്രചരണം. നമ്മുടെ നാട്ടിലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കളെ വേട്ടയാടുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള ഇതുപോലുള്ള കുപ്രചരണങ്ങൾ അതിക്രൂരമായാണ് അഴീക്കോടിനെ നേരെ അഴിച്ചുവിട്ടത്.